ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് ലക്ഷങ്ങൾ കടമുള്ളവരായിരിക്കാം. പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തി മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് ബിസിനസ്സുകളിലേക്കും മറ്റുമൊക്കെ ക്യാഷ് ഇറക്കിയതിൻ്റെ പേരിൽ മറ്റുള്ളവർ നമുക്ക് ജോലി വാഗ്ദാനം ചെയ്ത് നമ്മുടെ അടുക്കൽ ലക്ഷങ്ങൾ വാങ്ങിച്ച് അവർ മുങ്ങിയത്, റീപ്ലൈ കിട്ടാത്തത്, തരാം എന്ന് പറഞ്ഞ് പിന്തിപ്പിച്ച് കളിക്കുന്നവർ, നാളെ തരാം എന്ന് പറഞ്ഞ് ഗോൾഡ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് വർഷങ്ങളായിട്ട് ഇതുവരെ തരാതിരിക്കുന്നവർ, ഒരു 5000 രൂപ എടുക്കാനുണ്ടോ, ഞാൻ അടുത്ത മാസം നൽകാമെന്ന് പറഞ്ഞ് അത് തിരിച്ചു തരാത്തവർ, ഇങ്ങനെ തുടങ്ങി സാമ്പത്തിക പ്രതിസന്ധികളിൽ അകപ്പെട്ടവർ. ഈ തരാനുള്ളവരൊന്നും അന്യരൊന്നല്ല, രക്തബന്ധങ്ങളിൽ വരെ, കുടുംബങ്ങളിൽ വരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ. ആ കാരണം കൊണ്ട് ബന്ധം തന്നെ തകർന്നു പോയവർ. ആരോ ഒരാൾ തമാശക്ക് പറയുകയുണ്ടായി, നിനക്ക് നല്ല സൗഹൃദം അത് മുന്നോട്ട് കൊണ്ടുപോകാത്തൊരു സാഹചര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് സാമ്പത്തിക ഇടപാട് നടത്തിയാൽ മതി, എന്നാൽ പിന്നെ ബന്ധം തകർന്നു കിട്ടും എന്നുള്ളത്. നമ്മുടെ പല രക്തബന്ധങ്ങളും പല കുടുംബങ്ങളും പരസ്പരം മിണ്ടാതായത്, കണ്ടാൽ കാണുന്ന അവസരമുണ്ടായിട്ട് നോക്കാതിരിക്കുന്നതൊക്കെ ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ കാരണമായിട്ടാണെന്ന് പറഞ്ഞാൽ പലരുടെയും അനുഭവങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. ഇതിലേതെങ്കിലും രൂപത്തിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ജപ്തിയുടെ വക്കിലെത്തിയവരാണോ? ഒരു നിലക്കും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയില്ലേ? ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു തരും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഓരോ അപ്ഡേഷനും ചൊവ്വാഴ്ച എപ്പോഴാണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ വാട്സപ്പിലെ നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ കാണുള്ളൂ. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കിൽ എപ്പോൾ നോക്കിയാലും കാണും, അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ സ്റ്റോറിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയുള്ള ലിങ്ക് പോയിട്ട് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഖൈറായ രൂപത്തിൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള ആഫിയത്തും നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതെൻ്റെ അടുക്കൽ ഇവിടെ നേരിട്ട് വന്ന ഒരു ഫാമിലി ഉണ്ട്. അവർ 12 ലക്ഷം രൂപ കടം അവർക്ക് വന്നു. ആ 12 ലക്ഷം രൂപ കടം വന്നത് കേവലം 3-4 ലക്ഷം രൂപ ലോൺ എടുത്തതിൻ്റെ പേരിലാണ് എന്ന് പറയുകയും, ഞങ്ങളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത് കടം വീട്ടുന്നതിലേക്കല്ല, അതതിൻ്റെ കുടിശ്ശികയുണ്ട്, ആ കുടിശ്ശികയിലേക്കാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇൻട്രസ്റ്റിലേക്കാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടോടുകൂടെ വന്ന ഫാമിലിയായിരുന്നു. അവർക്ക് നാം ഇവിടെ വരുന്നവർക്കറിയാം, കുറേ തേങ്ങ മുറിച്ച് അതിലെന്തെങ്കിലും എഴുതലോ, തേങ്ങൻ്റെ പുറത്ത് എഴുതലോ, മുട്ട എഴുതി കൊടുക്കലോ, തകിടിൽ കുറേ അതും വരച്ചെഴുതി കൊടുക്കലോ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല, അതിനിവിടെ സമയവുമില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ പറഞ്ഞ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട തത്തുല്യമായ സാഹചര്യത്തിൽ നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരങ്ങളോ, അസ്മാഉൽ ഹുസ്നയിലെ ഏതെങ്കിലും ഒരു ഇസ്മോ, മഹാനരായ അലിയാരതങ്ങളിലേക്ക് ചേർത്തി പറയപ്പെടുന്ന ഖസീദത്തുൽ ജൽജലൂത്തിയ അതിലേതെങ്കിലും ബെയ്ത്തുകളോ മഹാന്മാരുടെ ചില അമലുകളൊക്കെ ആയിരിക്കും നമ്മളിവിടെ പറയുക, അല്ലാത്തൊന്നുമില്ല, അതിന് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഫാമിലിക്ക് ഇതേപോലെ ഒരു അമൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലും പറയുന്നത്. അവരത് ചെയ്തു ബിഇദ്നില്ലാഹി തആല. അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അവരറിയാത്ത രൂപത്തിൽ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കപ്പെട്ടു എന്നുള്ളത് അനുഭവമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഭൂമിയിൽ നിന്ന് കടബാധ്യതയോടുകൂടെ മരണപ്പെട്ടാലുള്ള അവസ്ഥ എന്താണെന്നറിയോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ മാറി നിന്ന അനുഭവം. കടബാധ്യതയുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ മഹാന്മാരൊന്നും നിസ്കരിക്കില്ലായിരുന്നു. അത് ആ ബാധ്യത ആരാണോ കൊടുക്കാനുള്ളത് അവർ തീർത്തതിന് ശേഷം മാത്രമേ, അവരുടെ കുടുംബങ്ങൾ തീർത്തതിന് ശേഷം മാത്രമേ അവർക്ക് അവരുടെ പാരത്രിക ലോകത്ത് ഗുണം ലഭിക്കുകയുള്ളൂ.
അതുകൊണ്ടാണല്ലോ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് പള്ളിയിലെ ഖത്തീബോ ഉസ്താദുമാരോ അല്ലെങ്കിൽ അതിൻ്റെ വാരിസ്യങ്ങളോ അനന്തരാവകാശികളൊക്കെ വന്നിട്ട് പറയും, ഇത് ഇന്നാലിന്ന ആളുടെ മയ്യത്താണ്. നാട്ടിൽ മാനുഷികമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാഹചര്യങ്ങളിലെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആരുടെങ്കിലും എന്തെങ്കിലും വാക്കുകളുമായി ബന്ധപ്പെട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരലോകത്തേക്ക് നീട്ടിവെക്കാതെ പുറത്തു കൊടുക്കണം അദ്ദേഹത്തിനെന്ന് പറയും. രണ്ടാമത് പറയും, ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് ഈ ജനാസയുമായി ബന്ധപ്പെട്ട് ഈ മരണപ്പെട്ടു പോയ ഹാജിയുമായി ബന്ധപ്പെട്ട് ആമിനയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളിലെ മക്കൾ ഇവിടെ ഉണ്ട്, മൂത്ത മകൻ ഇവിടെ ഉണ്ട്, അവരോട് ചോദിച്ച ഇടപാടുകൾ തീർക്കണം എന്ന് അവർ പറയും. അതെന്താണെന്ന് ചോദിച്ചാൽ കടം അത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ്. മരണപ്പെടുന്ന സമയത്ത് കടബാധ്യതയില്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയണം. അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുങ്ങിക്കിട്ടണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ലോൺ എന്ന് പറയുന്ന സംഭവം അത് എടുക്കുന്നത് ഒന്നാമത് ഹറാമാണ്. ബുദ്ധിമുട്ടിയ അവസരത്തിൽ എടുക്കുന്നവരോട് ലോൺ എടുത്ത് അത് സിമ്പിളായിട്ട് അടച്ചു വീട്ടിയ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളുമായി ബന്ധപ്പെട്ട് ഇത്തരം കടബാധ്യത പറയുന്ന ആര് ലോൺ എടുത്തവരുണ്ടോ അതുകൊണ്ട് വലഞ്ഞവരേ ഉള്ളൂ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ മുമ്പ് എടുക്കാത്തതിനെക്കുറിച്ച്, എടുത്തിട്ടില്ലെങ്കിൽ അത് എടുക്കാതിരിക്കാൻ ഒരൊറ്റ ട്രിക്കുള്ളൂ. നിങ്ങൾ ലോൺ എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് മുമ്പ് ലോൺ എടുത്ത ഒരു 2-3 ആളുകളോടൊന്ന് സംസാരിച്ചാൽ മതി. 2-3 കൊല്ലം ലോൺ എടുത്ത് അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട്. അപ്പോൾ തിരിയും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നമുക്ക് തിരിയണമെങ്കിൽ 2-3 വർഷം കഴിയേണ്ടി വരും. ലോൺ എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ആരോടെങ്കിലും വായ്പ ചോദിക്കാം, അത് നല്ല ബന്ധത്തിലായിരിക്കണം. വായ്പ ചോദിച്ച് അത് തിരിച്ചു കൊടുക്കാതിരിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ വായ്പ ചോദിച്ച് അങ്ങനെയൊക്കെ പരമാവധി ശ്രമിക്കുക. ലോൺ എടുത്ത് ഉസ്താദ് എന്തായി പറയുന്നത്, ലോൺ എടുക്കാണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് രക്ഷപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? 4-5 ലക്ഷം എടുത്തിട്ട് 12 ലക്ഷം ആയവരെ, 10 ലക്ഷം എടുത്തിട്ട് 30 ലക്ഷം ആയവരെയൊക്കെ നമുക്കറിയാം. അത് വീട്ടാൻ കഴിയൂല. അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൽ കുടുങ്ങിപ്പോകണം. ഇത് അനുഭവമുള്ള കുറേ ആളുകൾ ഇതിലുണ്ട്. അവരതൊക്കെ എഴുതി അറിയിക്കും. ഈ കടങ്ങളൊക്കെ ഏത് രൂപത്തിലുള്ള കടങ്ങളാണെങ്കിലും അത് വീടാനുള്ള നല്ലൊരു അമലാണ് പറയുന്നത്. അതിന് ചെയ്യേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. ആ ദുആ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കാം. ഈ ദുആ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള ഖൈറിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു തരും എന്നുള്ളത് ഉറപ്പാണ്. ഈ ദുആ നിങ്ങൾക്കൊക്കെ അറിയാതെ ചെയ്യുന്നവരുണ്ട്, ചൊല്ലുന്നവരുണ്ട്. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ ഒരു ദുആ ആണ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് സ്വഹാബാക്കൾ അത് ചെയ്തു, അവർക്കതിൻ്റെ അനുഭവങ്ങൾ ലഭിച്ചു. അങ്ങനെയുള്ളൊരു അമലാണ്. അതായത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമ എന്ന് പറയുന്ന സ്വഹാബിയോട് കടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊടുത്ത വളരെ പവിത്രമേറിയ ദുആ ആണ്. ഈ ദുആ അങ്ങ് അബൂ ഉമാമ തങ്ങൾ ചൊല്ലുകയും പതിവാക്കുകയും ചെയ്തപ്പോൾ മഹാനവർഗരുടെ കടം വീടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അനുഭവമുള്ളതാണ്. നിങ്ങളെല്ലാ നിസ്കാരത്തിന് ശേഷം ഇതൊന്ന് ചൊല്ലിയൊക്കെ ചുരുങ്ങിയതൊരു 3 തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമായ ഷറഫാക്കപ്പെട്ട നാക്കിൽ നിന്നും നിർഗളിച്ച വളരെ പവിത്രമേറിയ ദുആ ആണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കടവുമായി ബന്ധപ്പെട്ട് ആര് വലയുന്നുണ്ടോ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കി. അവരൊക്കെ കടങ്ങൾ വീടാൻ ഇതൊരു കാരണമാകും. അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കും, ഒരത്ഭുതം സംഭവിക്കും. തീർച്ചയാണ് അള്ളാഹു നമുക്ക് ഖൈറിൻ്റെ വാതായനങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ തുറന്നു തരട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്ത് ചെയ്യുകയാണ്. ഇതിന് താഴെ ഒരുപാട് ആളുകൾ കടങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എഴുതി അറിയിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു കൊടുക്കുക. അതിന് വലിയ ഫലമുണ്ട് ഇൻഷാ അല്ലാഹ്.
എത്ര കടങ്ങളുണ്ടെങ്കിലും കടങ്ങൾ വീട്ടാനുള്ള ഖൈറിൻ്റെ വാതിലുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരട്ടെ ഇൻഷാ അല്ലാഹ്.